ഗുജറാത്തിലെ ജാംനഗറിൽ വ്യോമസേന വിമാനം തകർന്നു വീണ അപകടത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് രക്ഷിച്ചത് സഹ പൈലറ്റിനെയും ഒരുപാട് ജീവനുകളെയും. ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് സിദ്ധാർത്ഥ് യാദവാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചത്. അപകടം മുന്നിൽ കണ്ട നിമിഷം ഏറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് തകർന്നു വീഴേണ്ടിയിരുന്ന വിമാനത്തെ തുറസായ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് സിദ്ധാർത്ഥാണ്. അവസാന നിമിഷം ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് മുൻപ് സഹ പൈലറ്റ് വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്തുവെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. ബുധനാഴ്ച രാത്രിയാണ് ഗുജറാത്തിലെ ജാംനഗറിന് സമീപം ജാഗ്വാർ യുദ്ധവിമാനം തകർന്നു വീഴുന്നത്. അപകടത്തിൽ പൈലറ്റ് സിദ്ധാർത്ഥ് യാദവ് മരിക്കുകയും സഹ പൈലറ്റിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിശീലന പറക്കലിനിടെ ജാംനഗറിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലാണ് അപകടമുണ്ടായത്. താഴെ വീണ വിമാനം പൂർണ്ണമായും കത്തിയമരുകയും ചെയ്തു. റെവാരി സ്വദേശിയാണ് മരിച്ച ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് സിദ്ധാർത്ഥ് യാദവ്. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായത്. 28 വയസ്സുകാരനായ സിദ്ധാർത്ഥ് യാദവ് അവധിക്ക് ശേഷം ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. പതിവ് പരീക്ഷണ പറക്കലിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിക്കുകയായിരുന്നു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ പൈലറ്റ് പരമാവധി ശ്രമിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ശ്രമം വിഫലമാണെന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ സിദ്ധാർത്ഥ് അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചു. സഹ പൈലറ്റിനെ വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്യിപ്പിച്ചു. ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് നിന്ന് വിമാനം തുറസായ മറ്റൊരു സ്ഥലത്തെത്തിച്ചു. സ്വന്തം ജീവൻ നൽകിയാണ് ഒരു സാധാരണക്കാരന് പോലും അപകടം സംഭവിച്ചില്ലെന്ന് അദ്ദേഹം ഉറപ്പാക്കിയത്. അപകടത്തിൽ പരിക്കേറ്റ സഹ പൈലറ്റ് മനോജ് കുമാർ സിംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2016 NDA പരീക്ഷ പാസ്സായതിനു ശേഷമാണ് റെവാരിയിലെ ഭൽക്കി മജ്റ ഗ്രാമത്തിൽ നിന്നുള്ള സിദ്ധാർത്ഥ് ഇന്ത്യൻ വ്യോമസേനയിലെത്തുന്നത്. 2 വർഷം മുൻപാണ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചത്. നവംബർ 2-ന് സിദ്ധാർത്ഥിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ഏകമകന്റെ വിവാഹത്തിനു വേണ്ടി മാതാപിതാക്കളും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ സിദ്ധാർത്ഥിന്റെ അപ്രതീക്ഷിതമായ വേർപാടിന്റെ ഞെട്ടലിലാണ് ഗ്രാമം. വ്യോമസേനയിൽ നിന്ന് വിരമിച്ച ശേഷം LICയിൽ ജോലി ചെയ്യുന്ന സുശീൽ യാദവാണ് സിദ്ധാർത്ഥിന്റെ പിതാവ്. തന്റെ മകനിലും അവൻ കാണിച്ച ധൈര്യത്തിലും താൻ അഭിമാനം കൊള്ളുന്നുവെന്ന് സുശീൽ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മൃതദേഹം ഇന്ന് റെവാരിയിൽ എത്തിക്കും. ശേഷം പൂർണ്ണ സൈനിക ബഹുമതികളോടെ അന്ത്യകർമ്മങ്ങൾക്കായി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും.